ഒണിക്സ് മാർബിളിന്റെ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും പറ്റും, എന്നാൽ ആ ഒരു ഭംഗി ഇവിടെ കൊണ്ടുവരാനും സാധിക്കും. പുറമേ നിന്ന് കാണുന്ന ഒരു ലുക്കേ അല്ല, വീടിനകത്തേക്ക് വരുമ്പം ഒരുപാട് ഏരിയകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊരു നാച്ചുറൽ ഫീല് വരുന്ന രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ശരിക്കും ഒരു റിസോർട്ടിലെ റൂമിലേക്ക് വരുമ്പം എന്ത് ഫീലാണ് കിട്ടുന്നത്, ആ ഒരു ലെവലിലാണ് ഇത് ചെയ്തേക്കുന്നത്. പേരൻസിനുള്ള ബെഡ്റൂം ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. 3D ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ ബേത്തിൽ കൺസെപ്റ്റുമായിട്ട് മീറ്റ് ചെയ്യുന്നതും. ശരിക്കും ഇത് കിച്ചണാണെന്ന് എല്ലാവരും അറിയിക്കാനാണെങ്കിൽ ബോർഡ് അറിയിക്കാൻ വേണ്ടി ചെയ്ത് നമ്മൾ എവിടെ പോയാലും തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. ആ വീട് നമുക്ക് വളരെ പോസിറ്റീവായുള്ള എനർജി തരുമെങ്കിലോ അത്തരത്തിലുള്ള വീടിന് വിശേഷമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ഇന്നുള്ളത് കൊല്ലം കുരിപ്പുഴയിലുള്ള ബിജു സാറിൻ്റെയും ഫാമിലിയുടെയും വീട്ടിലാണ്. വെൽക്കം ബാക്ക് ടു ഗൃഹ ഹോം സ്റ്റോറീസ് ബൈ HHS Inframat. നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷനിൽ സിംഗിൾ സ്റ്റോറിയുടെ വീടുകൾ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത്തരത്തിലുള്ളവർക്ക് തീർച്ചയായിട്ടും റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു എപ്പിസോഡ് തന്നെ ആയിരിക്കും ഇത്. എന്നോടൊപ്പം ഈ എപ്പിസോഡിൽ ഈ വീടിൻ്റെ ഹൗസ് ഓണർ തന്നെയാണുള്ളത്. ബിജു സാർ, ഹൈ. ഇതൊരു 16 സെൻറ്റിലാണ് ഈ ഫ്ലോട്ട് നിൽക്കുന്നത്. നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഒരു വീട് ഒറ്റ ഫ്ലോറിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഡബിൾ സ്റ്റോർ വേണ്ട എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു നമുക്ക് ഫസ്റ്റിലേ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഒറ്റ ഫ്ലോറിലായിട്ട് ചെയ്തത്. ഇതൊരു 4000 സ്ക്വയർ ഫീറ്റിനടുത്തുണ്ട്. 3D ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പിക്ചർ ഉണ്ടായിരുന്നു. അന്നേരം നമ്മളെ ബേത്തിൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഇൻറ്റീരിയർ ടീമായിട്ടാണ്. അന്നേരം അവനും ഞാനുമായിട്ട് ഫുള്ള് ഇത് പ്ലാൻ ചെയ്ത് സുഹൃത്ത്, എൻ്റെ റിലേഷനാണ്, എൻ്റെ ബ്രദറാണ്. ഓക്കെ, അവൻ്റെ ഓഫീസെല്ലാം വരുന്നത് എറണാകുളത്താണ്. അവനുമായിട്ട് ഫസ്റ്റിലെ 3D എല്ലാം മൊത്തത്തിൽ ഉണ്ടാക്കി. എന്നിട്ട് ആ ഒരു പ്ലാനിലാണ് നമ്മൾ ചെയ്തത്. എല്ലായിടത്തും ഉണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ടെങ്കിൽ കൂടിയും കുറച്ച് ഗ്രീനറി വേണ്ട ഭാഗത്ത് അവിടെ പേൽ ഗ്രാസും കൂടി ആഡ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. പുതുതായിട്ട് വെച്ചാണോ മരങ്ങൾ വെച്ചതാണ്? ഓക്കെ. ഈ വീടിൻ്റെ എലിവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു കണ്ടംപററി ഡിസൈനിലാണ് വീട് ചെയ്തേക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സാറുമായിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു, ഈ വീടിൻ്റെ കൂടുതലും ഗ്രേ ഫിനിഷാണ്. നമ്മളിപ്പോൾ കൂടുതലും കാണാറുള്ളത് സ്റ്റോൺ കളർ, അതുപോലെ വുഡൻ. ഒരുപാട് ഡാർക്ക് കയറ്റണ്ട, അതേപോലെ വുഡനും എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അന്നേരം നമുക്ക് ഇച്ചിരി ഒന്ന് മാറ്റി പിടിക്കാന്നുള്ള രീതിയിലാണ് ഗ്രേ. പൊതുവെ ഗ്രേ കളറിനോട് സാറിന് ഇഷ്ടമാണെന്ന് തോന്നുന്നു. വൈഫിൻ്റെയും കൂടെ സജഷനാണ്. അത്യാവശ്യം കുറച്ച് ഗ്രീനറിയോട് കൂടി തന്നെയാണ് സിറ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. കുറച്ച് വലിപ്പമുള്ള സ്റ്റെപ്പുകളാണ് ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടും മനോഹരമായിട്ടുമാണ് പോർച്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഫ്ലോറിൽ കാണുന്ന സെയിം ടൈല് തന്നെയാണ് ഈ വീടിൻ്റെ എൻറ്റയർ ഏരിയയിലും ചെയ്തിട്ടുള്ളത്. പ്രീമിയം ബ്രാൻഡായിട്ടുള്ള സിംബോളോടെ 6x4 സൈസിലുള്ള ടൈലാണ് ത്രൂ ഔട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ അകത്തേക്ക് വരാം. യെസ്, ഓക്കെ. വളരെ ലോങ് ആയിട്ടുള്ളൊരു ഹോളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും പുറമേ നിന്ന് കാണുന്ന ഒരു ലുക്കേ അല്ല, വീടിനകത്തേക്ക് വരുമ്പം ഒരുപാട് ഏരിയകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഉള്ളത് ഈ വീടിൻ്റെ ഫോർമൽ ലിവിങ് ഏരിയയിലാണ്. മെയിനായിട്ട് സൺലൈറ്റ് നമുക്ക് ഡബിൾ ഹൈറ്റ് ചെയ്തിട്ട് സൺലൈറ്റ് കൂടുതൽ അകത്ത് കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തത്. പക്ഷേ വെട്ടം എപ്പോഴും നല്ല നമുക്ക് പ്രകാശത്തോടെ നിൽക്കണം, വെളിച്ചം വേണം. ടഫൺ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഫുള്ള് ടഫൺ ഗ്ലാസ് ആണ് യൂസ് ചെയ്തത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഡൈനിങ്ങിലേക്കും ഫാമിലി ലിവിങ് ഏരിയയിലേക്കും വരുന്നത്. ഒരു വലിയ ഹാളിനെ ഓരോരോ യൂണിറ്റുകളായിട്ട് തിരിച്ചേക്കുവാണ് അല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയയാണ്. ഒരു സെപ്പറേഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബീം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടൊരു ലൈറ്റ്. സാധാരണ നമ്മൾ ഓഫീസ് ലൈറ്റ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ലൈറ്റാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി ശരിക്കും നമുക്ക് നൈറ്റിലായിരിക്കും അറിയാൻ സാധിക്കുന്നത്. ഈ ഭാഗത്തും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പർഗോളയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പേഷ്യ ഏരിയയിലേക്ക് വരാനുള്ളൊരു പ്രൊവിഷൻ കൂടി ചെയ്തിട്ടുണ്ട്. UPVC സ്ലൈഡിംഗ് ഡോറാണ് ഇതിനു വേണ്ടി ചെയ്തേക്കുന്നത്. ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഓപ്പണായിട്ട് ഒരു വിഷ്വൽ ട്രീറ്റ് പോലെ നമുക്ക് ഓപ്പണായിട്ട് ഇതാക്കി ചെയ്യണമെന്നുള്ളൊരു ഐഡിയയിലാണ് ഇത് ചെയ്തത്. ഇതെല്ലാം പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തേക്കുന്നതാണ്. ഓക്കെ. ഈ ഒരു ഫ്ലോർ നോക്കുകയാണെങ്കിൽ ഇവിടെയും നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പെബിൾസും വന്നിട്ടുണ്ട്. ഇത് ശരിക്കും മഴ പെയ്താൽ മഴവെള്ളം ഇവിടേക്ക് വീഴുന്ന രീതിയിൽ തന്നെയാണ്
ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് വന്നേക്കുന്ന വീട്ടിൻ്റെ ഫാമിലി ലിവിങ് ഏരിയയിലാണ്. ഈ ഒരു ഏരിയയിൽ തന്നെയാണ് TV യൂണിറ്റും വന്നിട്ടുള്ളത്. UV ഷീറ്റ് എന്നും മാർബിൾ ഷീറ്റ് എന്നും ടൈൽ ഷീറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു പാനലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു 2 mm തിക്നെസ് വരുന്ന ഒരു ഷീറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു വാളിൻ്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ മുകളിലും ചെറിയ പാനൽ വർക്ക് കൂടി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ മാച്ചിങ് ആയിട്ടാണ് ഈ ഫർണിച്ചറുകളെല്ലാം ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് വരുന്നത് പ്രയർ ഏരിയ ആണ്. അപ്പം പ്രയർ ഏരിയ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ മെറ്റലിൻ്റെ ഗ്രില്ലുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഫ്ലൂട്ടഡ് ഗ്ലാസ്സുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. നിസ്കരിക്കേണ്ട ഒരു ഏരിയയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റോറേജ് നമ്മളവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രയർ അബ്ലൂഷൻ ഏരിയയും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്രില്ലുകൾക്കെല്ലാം ആ ഒരു ഇൻറ്റീരിയറിന് ചേരുന്ന രീതിയിലുള്ള കളറുകളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇവിടെ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ആവാത്ത ഏരിയ ആണ്. ഇവിടെ ഇനി ഒരു ഇച്ചിരി വർക്ക് ബാലൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഉടനെ കയറിയതേ ഉള്ളൂ. അന്നേരം ഇവിടെ ഇനി ഇച്ചിരി വലിയ പാറയും ഇതൊക്കെ വെച്ചിട്ടൊരു നാച്ചുറൽ ഫീല് ആക്കാനുള്ള രീതിയിലാണ് അവിടെ ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഈ വീടിന് എവിടെ നോക്കിയാലും മനോഹരമായിട്ടുള്ള ലൈറ്റുകളാണ് ചെയ്തേക്കുന്നത്. ലൈറ്റും ഈ പെയിൻറ്റിങ് ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ലൈറ്റിങ്ങിലൊക്കെയാണ് അതിൻ്റെ ഒരു വ്യൂ. വളരെ മനോഹരമായിട്ടുള്ള ഫോയർ ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു സെപ്പറേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു വുഡൻ ഡിസൈൻ ഇവിടെ ചെയ്തേക്കുന്നത്. ഇവിടെ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ വുഡൻ ഡിസൈൻ. ഈ ഒരു ഏരിയക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒണിക്സ് മാർബിളിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്ന തരത്തിലുള്ള പാനലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പം ഒണിക്സ് മാർബിളിൻ്റെ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും പറ്റും, എന്നാൽ ആ ഒരു ഭംഗി ഇവിടെ കൊണ്ടുവരാനും സാധിക്കും. ഇവിടെ ചെറിയൊരു കോഫി ടേബിളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു കാസ്കേഡ് കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു നാച്ചുറൽ ഫീല് വരുന്ന രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ കുട്ടികൾക്കായാലും ഒന്ന് വന്നിരുന്നിട്ട് സംസാരിച്ചൊന്ന് ചായ കുടിച്ച് ഇരിക്കാനുള്ള രീതിയിലാണ്. ഇനി വരുന്നത് നമ്മുടെ ആ ഒരു കോമൺ വാഷ് ഏരിയയിലേക്കാണ്. ആ ഒരു എൻഡിലാണ് അതുകൊണ്ടൊന്ന് സെറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രൊവിഷൻ കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് സ്റ്റോറേജ് ഏരിയ എല്ലാം വന്നിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള എല്ലാ വർക്കുകളും ചെയ്ത് വളരെ സിമ്പിളായിട്ടാണ് ഈ ഭാഗം ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആ ഒരു വോൾ നോക്കിയാലും ഇവിടെയും ത്രൂ ഔട്ട് ലൂവേഴ്സ് ആണ് ചെയ്തേക്കുന്നത്. നമ്മൾ വീടിൻ്റെ കോമൺ ഏരിയാസ് എല്ലാം കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് കിച്ചണും ബെഡ്റൂംസും ആണ്. നമുക്ക് ഫസ്റ്റ് ഇവിടെ 2 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ആ ഒരു ബെഡ്റൂം ഏരിയയുടെ ഒരു സെപ്പറേഷന് വേണ്ടിയിട്ട് അവിടെ വേറെ ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ ആ ഒരു വുഡൻ ഷെയ്ഡിലുള്ള പ്ലാങ്ക് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ സിമ്പിളായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമുക്ക് ഈ ഒരു ടൈലിൻ്റെ ഗ്യാപ്പിൽ വന്നിരിക്കുന്ന അപ്പോക്സി ബ്ലാക്ക് ആണ്. അതുമായിട്ട് മാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഡോറിൻ്റെ ഗ്രൂവിലും ആ ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. മാച്ചിങ് ഹാൻഡിലും ലോക്കും യൂസ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ ബെഡ്റൂം ഇതിലാണ്. എനിക്ക് 2 മക്കളാണ്. അതിൻ്റെ മൂത്തവൻ്റെ ബെഡ്റൂമാണിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ടേസ്റ്റുമായിട്ട് മാച്ച് ചെയ്തിട്ടാണ് ഈ ഹെഡ്. ഇത് നമ്മളെ വാൾപേപ്പറാണ്. അന്നേരം അയാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ആവശ്യമായിട്ടുള്ള വാർഡ്രോബ്സുകളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബാത്റൂം ചെയ്തേക്കുന്നത്. ജാഗറിൻ്റെ സാനിറ്ററി ഫോസറ്റുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന രീതിയിലുള്ള ടൈലുകളാണ് ആ ഒരു ഏരിയയിൽ കുട്ടികൾ സെലക്ട് ചെയ്തതാണ്. നേരെ ഓപ്പോസിറ്റ് അടുത്തൊരു ബെഡ്റൂം കൂടെ ഉണ്ട്. അതും കുട്ടികളുടെ തന്നെയാണ്. ഇളയാളുടെയാണ്. അതും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അല്ലേ. വാർഡ്രോബിനൊക്കെ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ബാത്റൂം കൂടി ഒന്ന് നോക്കാം. അത് വളരെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ടൈൽ ഡിസൈനാണത്. ഇനി നമുക്ക് പേരൻസ് ബെഡ്റൂം നമ്മുടെ ആ കാസ്കറ്റിനോട് ചേർന്ന് വരുന്ന ആ ഒരു ഭാഗമാണ്. ഇവിടെയാണ് വീടിൻ്റെ DV യൂണിറ്റുകൾ ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നത്. പ്രീമിയം സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്. ആ ബെഡിനകത്താണെങ്കിൽ എല്ലായിടും ആ ഒരു ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. പേരൻസിനുള്ള ബെഡ്റൂം ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഓക്കെ, കുറച്ച് നല്ല സൈസുള്ളൊരു ബെഡ്റൂമാണ്. നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമിൻ്റെ ടൈലും കൂടെ ഒന്ന് നോക്കാം. പാരൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കളർ തീമാണ് അവിടത്തേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമുമായിട്ട് മാച്ച് ചെയ്യുന്ന കളർ കൂടിയാണ് ടൈലിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മുടെ ആ ഒരു പേശ് ഏരിയയും കൂടെ കാണാനുള്ള ഒരു സംവിധാനം ആ വിൻഡോ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോകും. നമ്മൾ ഇതുവരെയും മാസ്റ്റർ ബെഡ്റൂം കാണിച്ചിട്ടില്ല. മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു സെപ്പറേഷന് വേണ്ടിയിട്ട് ഇവിടെയും ആ ഒരു ടൈല് വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം. ശരിക്കും ഒരു റിസോർട്ടിലെ റൂമിലേക്ക് വരുമ്പം എന്ത് ഫീലാണ് കിട്ടുന്നത് ആ ഒരു ലെവലിലാണ് ഇത് ചെയ്തേക്കുന്നത്. ആവശ്യമില്ലാത്ത വലിപ്പങ്ങളൊന്നും, ഇപ്പം ബെഡാണെങ്കിലും ഓവർ സൈസ് ഒന്നും വന്നിട്ടില്ല. സഫീഷ്യൻ്റ് ആയിട്ടുള്ള ആ ഒരു ഏരിയയാണ് ബെഡിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ഫുൾ ഹൈറ്റിലാണ് ഈ ബെഡ്റൂമിൽ വാർഡ്രോബ്സ് ചെയ്തേക്കുന്നത്. നമുക്കിനി മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം കൂടെ ഒന്ന് നോക്കാം. ശരിക്കും ആ ഒരു വുഡൻ ഫീല്, ആ ലൈറ്റും കൂടെ വരുമ്പോഴത്തേക്കും, പിന്നെ ആ ബ്ലാക്ക് കളർ തീമിലുള്ള ഫോസറ്റുകളും അല്ലേ. ഷാൻഡിയേഴ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് ഹാങ്ങിങ് ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാക്ക് ലൈറ്റുകളുണ്ട്. ഇതെല്ലാം നമ്മൾ 3D ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പക്ക പ്ലാനിങ്ങിൽ ചെയ്തതാണ്.
അജാസിനും നിർബന്ധമുണ്ടായിരുന്നു. നമ്മൾ ആ ലൈറ്റിങ്ങിലാണ് ഇതിൻ്റെ സംഭവം ഇൻറ്റീരിയർ ഇരിക്കുന്നത് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, പ്ലാനിങ് ഉണ്ടായിരുന്നു. ഓക്കെ, ശരി, നമുക്കിനി കിച്ചണും കൂടെ കാണാം. ശരിക്കും ഇത് കിച്ചണാണെന്ന് എല്ലാവരും അറിയിക്കാനാണെങ്കിൽ ബോർഡ് അറിയിക്കാൻ വേണ്ടി ചെയ്ത് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമ്മൾ വൈഫ് ഇങ്ങനെ നമ്മൾ പുറത്താണ്, ദുബൈയിലാണ്. അന്നേരം വൈഫ് കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്കൊന്ന് മേടിച്ച് ചെയ്യാമെന്നുള്ള രീതി ചെയ്തതാണ്. മനോഹരമായിട്ടുള്ളൊരു മോഡലാർ കിച്ചണിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും ഈ സെയിം ടൈല് തന്നെയാണ് കണ്ടിരിക്കുന്നത്. ബെഡ്റൂമിലും കിച്ചണിലും ഒരേ പാറ്റേൺ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരേ ടൈല് തന്നെ നമ്മൾ പലയിടത്തും ഉപയോഗിക്കുമ്പോൾ എല്ലാ ഏരിയയായിട്ട് അത് മാച്ച് ചെയ്യുകയും കൂടെ വേണം. അതല്ലെങ്കിൽ ആ ടൈലിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഇൻറ്റീരിയർ അതനുസരിച്ച് ചെയ്യുകയും വേണം. എന്തുകൊണ്ടും പരസ്പരം നല്ല മാച്ചിങ്ങിലാണ് എല്ലാ ഭാഗവും വന്നിരിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ ഒരു സെപ്പറേഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഗ്രില്ലും കൂടെ ചെയ്തേക്കും. ബെഡ്റൂമിനെക്കാട്ടി വലുതാണ് കിച്ചൺ. അന്നേരം ആ ഒരു രീതിക്ക് ചെയ്ത വേണ്ടി ചെയ്താണ് ഒരു ഉപകാരമായിട്ട് ചെയ്ത കാര്യമാണ്. സാധാരണ നമ്മൾ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആണ്. അതിനനുയോജ്യമായിട്ടുള്ള 2 ചെയറുകൾ വന്നിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ വന്നിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഒരു ഹാങ്ങിങ് ലൈറ്റ് മസ്റ്റാണ്. മോഡേൺ ആയിട്ടുള്ള കിച്ചൺ ആക്സസറീസുകളും കിച്ചൺ അപ്ലയൻസുകളുമാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ ഒരു ഹുഡ് ആൻഡ് ഹോബ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മോഡേൺ കിച്ചൺ സിങ്ക് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഡിഷ് വാഷറാണോ? ഡിഷ് വാഷറാണ്. നല്ലൊരു ഏരിയ ആണ് വർക്കിംഗ് കിച്ചൺ. സാധാരണ ചെറിയ വർക്കിംഗ് കിച്ചൺ ആണ് എല്ലാവരും ചെയ്യുന്നത്. നല്ലൊരു ഏരിയ വർക്കിംഗ് കിച്ചൺ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് വാഷിംഗ് മെഷീൻ ചെയ്തേക്കുന്നത്. അതിനോട് ചേർന്നിട്ടൊരു സ്റ്റോർ ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിനി അല്പനേരം ബിജു സാറിൻ്റെ ഫാമിലിയോടൊപ്പം ഒന്ന് സ്പെൻഡ് ചെയ്യാണ്. സാർ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താമോ? ഇതാണ് എൻ്റെ ഫാമിലി. ഇതിൽ വാപ്പ ചേട്ടൻ്റെ വീട്ടിലാണ്, വന്നിട്ടില്ല. ഇതെൻ്റെ ഉമ്മ, ഇതെൻ്റെ വൈഫ്, ഇതെൻ്റെ മൂത്ത മോൻ, ഇത് രണ്ടാമത്തെ ആൾ. തുടക്കം മുതൽ ഒരു ഫിനിഷിംഗ് വരെയുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ? തുടക്കം നമ്മൾ 3D ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ ബെയ്ത്തിൽ കൺസെപ്റ്റുമായിട്ട് മീറ്റ് ചെയ്യുന്നതും കശിയെ കൊണ്ട് 3D ഉണ്ടാക്കുന്നതും. എന്നിട്ട് ആ ഒരു ഇതിലാണ്, ആ ഒരു 3Dയിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് വർക്ക് മൊത്തം. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്കുള്ളവരും വന്നിട്ട് വെളിയിൽ നോക്കുമ്പം അതെ, ഒരു ചെറിയ വീടായിട്ടായിരിക്കും കാണുന്നത്. അകത്ത് വരുമ്പോഴാണ് അവർക്ക് ആ ഒരു വീടിൻ്റെ കറക്റ്റ് ഫീൽ അറിയുന്നത്. ഈ വീട്ടിൻ്റെ കളർ തീം സെലക്ട് ചെയ്തത് ഞാനാണ്. ലൈറ്റ് കളേഴ്സ് ആയിരുന്നു നമുക്ക് താല്പര്യം. ബ്രൈറ്റ് കളേഴ്സിനോടൊന്നും താല്പര്യമില്ലായിരുന്നു. ഓൾമോസ്റ്റ് പ്രോഡക്റ്റുകളും അച്ചേഴ്സിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി ഒന്ന് ഷെയർ ചെയ്യാം. നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റി. ടൈൽസിലായാലും ലൈറ്റ്സിലായാലും സ്വിച്ചിലായാലും കിട്ടി. നമുക്ക് വേണ്ട കാര്യങ്ങൾ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും